ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ മാറ്റത്തെ പറ്റിയാണ്. ശനി മാറ്റം എന്ന് പറയുന്നത് നവംബർ മാസം 28-ാം തീയതി ശനിയുടെ വക്രഗതിയിൽ നിന്നുള്ള മാറ്റം സംഭവിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. വക്രം എന്ന് പറഞ്ഞാൽ ശനിയുടെ പിന്നോട്ടുള്ള ഒരു സഞ്ചാരം. ആ സഞ്ചാരം മൂലം ശനിയുടെ ആ ഗുണഫലങ്ങൾ ലഭിക്കേണ്ടിയിരുന്ന ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശനിയിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശനി വക്രത്തിൽ സഞ്ചരിച്ചിരുന്ന ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ രാശിക്കാർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പല കാര്യങ്ങൾക്കും കാലതാമസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ നവംബർ മാസം 28-ാം തീയതി ശനിയുടെ ആ വക്രഗതിയിൽ നിന്നുള്ള മാറ്റം ആരംഭിക്കുകയാണ്. ശനിയുടെ വക്രനിവർത്തിയുടെ കാലഘട്ടം. ശനി നേർരേഖയിൽ നേർഗതിയിൽ തന്നെ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്ന പല കഷ്ടതകളും ദുഃഖദുരിതങ്ങളും ഒക്കെ ആ കഷ്ടകാലം തന്നെ വിട്ടുമാറി ശനി നല്ല യോഗഫലങ്ങൾ നൽകുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ ആയുൾകാരകൻ, കർമ്മകാരകൻ, നീതിമാനായ ഗ്രഹമാണ്. ശനി നൽകുന്നതൊന്നും ശനി തിരിച്ചെടുക്കാറില്ല. അപ്പോൾ ശനിയിൽ നിന്ന് അത്രമേൽ ഗുണഫലങ്ങളാണ് മുന്നോട്ട് ഈ പറയുന്ന 5 രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലഭിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു സമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ശനി ദശ ജാതകവശാൽ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമുണ്ടോ, ശനി നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ആഗ്രഹമുള്ളവർക്ക് അവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ദശാകാലഘട്ടവും മുന്നോട്ടുള്ള ജീവിതവും ഭാവിയും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. നമ്മൾ രാശിക്കൊരു ഫലം പറയുന്നത് പൊതുഫലമാണ്. അവിടെ എത്ര ഗുണഫലം പറഞ്ഞാലും ദോഷഫലം പറഞ്ഞാലും ചിലപ്പോൾ ആ പറയുന്ന രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആ ഗുണഫലമായാലും ദോഷഫലമായാലും ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. അതിലേറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിന് പ്രധാന കാരണം നമ്മുടെ ജനന ജാതകമാണ്. ഈ ഒരു കാലഘട്ടങ്ങൾ ശനി വക്രനിവർത്തി അടഞ്ഞ് നേർരേഖയിൽ സഞ്ചരിക്കുന്ന അത്യുത്തമമായ കാലഘട്ടം ആരംഭിക്കുകയാണ്. ഒരുപാട് നല്ല ഗുണഫലങ്ങൾ ഒക്കെ ലഭിക്കേണ്ട സമയം. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ശനിയുടെ മാറ്റം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയമാണ്. പൊതുവെ ശനി വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് ശനിയിൽ നിന്ന് ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു സത്യം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടവം രാശിയിൽ ജനിച്ച ആ ഒരു വ്യക്തികളെ സംബന്ധിച്ച് പലർക്കും കർമ്മസംബന്ധം, ജോലി സംബന്ധമായിട്ടുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ ഉള്ളവരാണ്. ചിലർക്ക് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയൊരനുഭവം, അല്ലെങ്കിൽ വളരെ നല്ല നിലയിൽ ഒരു പൊസിഷനിൽ ഒരു സ്ഥാനത്ത് ഒക്കെ ജോലി ചെയ്തിരുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു സ്ഥാനചലനം സംഭവിച്ചു. തീരെ പ്രതീക്ഷിക്കാത്ത പോലെ ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നു ചേർന്ന ഒരു അവസ്ഥ, ഒരനുഭവം. അതുപോലെ തന്നെ ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പല കാര്യങ്ങളിലും തടസ്സം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്ന് കാണും. സ്വന്തമായൊരു തൊഴിലോ ബിസിനസ്സോ ഒക്കെ നടത്തുന്ന വ്യക്തികൾക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പലർക്കും ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെയുള്ള ബിസിനസ്സിലൊക്കെ പലതരത്തിലുള്ള ഒരു വിശ്വാസവഞ്ചനകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ട് നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറും. നിങ്ങളെ സംബന്ധിച്ച് ജോലി ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്ന സമയം. വിദേശ ജോലിക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. അതുപോലെ തന്നെ ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ആ ജോലിയിലുള്ള ഒരു സ്ഥാനമാറ്റം, അതായത് ഒരു പ്രമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുക, ആഗ്രഹിച്ച ഇടത്തേക്കൊരു സ്ഥാനമാറ്റം, ഇടം മാറ്റം ലഭിക്കുക. അങ്ങനെ കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുപോലെ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്കും അതിൽ നേരിട്ടിരുന്ന പരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു സമയത്തിൻ്റെ ആരംഭമാണ്.
ശനി എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കും കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന കർമ്മകാരകനായ ഗ്രഹമാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൈകളിലേക്ക് വന്നിരുന്ന പണം നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ, പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചിലവുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറും. ചെറുതാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്കൊരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയം, ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്ന അവസ്ഥ, അതുപോലെ ധാരാളം ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി ഇടവം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിരുന്നു. വളരെ നിഷ്പ്രയാസം നടത്തേണ്ടിയിരുന്ന കാര്യങ്ങൾ പോലും ഒരുപാട് അലച്ചിലുകൾ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടൊക്കെ അനുഭവത്തിലുള്ളവരാണ്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും, ഭാഗ്യമുണ്ടാകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലരെയും സംബന്ധിച്ച് ഇറങ്ങിത്തിരിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ നിന്നുപോയിരുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും നിങ്ങളാൽ സാധിക്കുന്ന സമയമാണ്. അതുപോലെ പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ഭൂമി എന്നുള്ള ഒരു യോഗം, അതുപോലെ സ്വന്തമായിട്ടൊരു വീട്, ഒരു ഗൃഹനിർമ്മാണം, ഇതിനൊക്കെ ഒരു നല്ല സമയമാണ്. ഒരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കുവാനും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നതിനുമൊക്കെയുള്ള ഒരു നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ ഒരു ശനിമാറ്റത്തോടുകൂടി, ശനിയുടെ ആ വക്രഗതി മാറുന്നതോടുകൂടി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലൊരു സ്ഥിരത ലഭിക്കുമെന്നാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലില്ലാതിരുന്ന ആ ഒരു സ്ഥിരത എല്ലാ കാര്യങ്ങളിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ ആ ഒരു വക്രഗതി മാറുന്നത് മൂലം എല്ലാ നന്മകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നവരാണ് എന്നുള്ളതാണ് സത്യം. പലരും കാരണം ശനി വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ആരും തീരെ പ്രതീക്ഷിക്കാത്ത, പൊതുവേ പറയാറില്ലേ, സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം ലഭിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള പലതരത്തിലുള്ള ഒരു മാറ്റങ്ങൾ, അത് നെഗറ്റീവായിട്ടുള്ള ഒരു മാറ്റങ്ങളായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശനി വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന കാലഘട്ടം മുതൽ കർക്കിടകം രാശിക്കാർ അനുഭവിക്കുന്നതാണ്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ചിലർക്ക് സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ വണ്ടി വാഹനങ്ങളിൽ നിന്നാണെങ്കിലും ചെറിയ അപകടങ്ങളോ ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലരെ സംബന്ധിച്ച് വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു സാമ്പത്തികപരമായിട്ടുള്ളൊരു പ്രതിസന്ധി, അത് അവനവൻ്റെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആവശ്യങ്ങൾ വന്നു ചേരുക, അതിനുവേണ്ടി പണം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ആ ഒരു ബാധ്യത, സാമ്പത്തിക ബാധ്യത, കടബാധ്യത വന്നു ചേർന്നിരിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ ചിലരെ സംബന്ധിച്ച് അവരവരുടെ ജോലിയിലൊക്കെ തീരെ പ്രതീക്ഷിക്കാത്ത ചില മോശപ്പെട്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒക്കെ പലർക്കും വന്നു ചേർന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെയാണ് ദാമ്പത്യ കുടുംബജീവിതത്തിലും ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാവുക, ദമ്പതികൾ തമ്മിൽ രണ്ടുപേരും രണ്ട് വീട്ടിലൊക്കെ പിരിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുള്ളതാണ്.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള മാറ്റമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണ മോചനം, പൂർണ്ണ മാറ്റമുണ്ടായി ശരീരത്തിന് പുത്തൻ ഉണർവ്, ആരോഗ്യം വീണ്ടുകെട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും കർക്കിടകം രാശിക്കാർക്ക് വിട്ടുമാറുകയും ചെയ്യും. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം, ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഈശ്വരാനുഗ്രഹം വന്നു ചേരും. അങ്ങനെ എല്ലാ തരത്തിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അവരുടെ ജോലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറി അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ല ഒരു മാറ്റം കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായ മാറ്റം ലഭിക്കും. 2 ഇടങ്ങളിലായിട്ട് വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരവസരം, ഈശ്വരാനുഗ്രഹം ലഭിക്കും. പല ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പരസ്പരം നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒരു കോടതി വ്യവഹാരം അല്ലെങ്കിൽ ആ ഒരു കോടതിയുടെയൊക്കെ ആ ഒരു വക്കിൽ വരെ ദാമ്പത്യ കുടുംബജീവിതം ഒരു കേസ് വഴക്കിലൊക്കെ എത്തിയിരുന്നവർക്ക് പോലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, മോചനമുണ്ടായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മൂന്നാമതുള്ള ഒരു വ്യക്തി, അത് സ്വന്തം കുടുംബത്തിൽ നിന്നോ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ ഒക്കെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങൾ അനുഭവത്തിലുള്ളവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറുകയും ചെയ്യും. അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും കർക്കിടകം രാശിക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാലതാമസങ്ങൾ അനുഭവത്തിൽ വന്നിരുന്നു. അതൊക്കെ ഈ ഒരു സമയം മുതൽ പൂർണ്ണമായി വിട്ടുമാറി അനുയോജ്യമായ മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയവും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയവുമാണ്. ഇത്രയും നാളും അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിതത്തിലെ പരാജയങ്ങളോ മോശപ്പെട്ട കാര്യങ്ങളോ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്രതീക്ഷിതമായ ഭാഗ്യം, സൗഭാഗ്യങ്ങൾ, ജീവിത ഉയർച്ചയുടെ, നന്മയുടെ ഒരു കാലഘട്ടമാണ്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറി ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ, യോഗഫലങ്ങൾ ശനി നിങ്ങൾക്ക് നൽകും. ഈ കഴിഞ്ഞ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പലതരത്തിൽ കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തപരമായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണ്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ ഒരു നല്ല ഉയർച്ച, നല്ല മാറ്റം നിങ്ങൾക്ക് ശനി തന്നെ നൽകുന്നതൊക്കെ സ്ഥിരമായിട്ട് നല്ല യോഗഫലങ്ങളോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ഈ ഒരു സമയത്ത് അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഇരു ശനിയുടെ മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ്, ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം. ആ ഗ്രഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന കാലഘട്ടമായതുകൊണ്ട് തുലാം രാശിയിൽപ്പെട്ട പലർക്കും സുഖാനുഭവം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചിലപ്പോൾ അനുഭവത്തിൽ ലഭിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. കുറച്ച് കാലങ്ങളായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സുഖക്കുറവ് പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖമെന്ന് പറയുന്നത് നല്ല രീതിയിൽ ആരോഗ്യം മുന്നോട്ട് പോവുക, ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ കർമ്മരംഗം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം, പണം വന്നു ചേരുക, കുടുംബത്തിലൊരു സമാധാനം, സന്തോഷം ഉണ്ടാവുക, വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു സുഖം എന്നുള്ള ഒരു അനുഭവം ലഭിക്കുക. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശനിയുടെ വക്രഗതി നടന്നത് മൂലം പലർക്കും ഇങ്ങനെ ഒരു സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു സുഖക്കുറവ്, ഒരു തൃപ്തിക്കുറവ് തീർച്ചയായിട്ടും അനുഭവത്തിലുണ്ടാകും. കാരണം അതാണ് ശനിയുടെ വക്രഗതി നൽകുന്ന ഒന്ന്.
നിങ്ങളെ സംബന്ധിച്ച് മാനസികമായിട്ട് ശാരീരികമായിട്ടും അനുഭവിച്ചു വന്നിരുന്ന ആ ഒരു സമാധാനക്കുറവ്, സുഖക്കുറവ് അത് മാറി പൂർണ്ണമായിട്ടും മാനസികമായും ശാരീരികമായിട്ടും ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആർക്കെങ്കിലും തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ രോഗങ്ങൾ, ദുരിതങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായിട്ടൊരു മാറ്റമുണ്ടായി ശാരീരിക ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടും. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകളൊക്കെ നടത്തി വരുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ ചികിത്സകളൊക്കെ പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിലെത്തുന്ന ഏറ്റവും നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ് നിങ്ങളെ സംബന്ധിച്ച്. എല്ലാ തരത്തിലും മാനസികവും ശാരീരികവുമായ സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരും. അതുപോലെ തന്നെ ഗൃഹം സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചു പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, പല തടസ്സങ്ങൾ കൊണ്ട് പകുതി വഴിയിൽ നിന്ന് പോയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായ സമയമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ, തുലാം രാശിയിൽപ്പെട്ട പലർക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അനുഭവത്തുള്ളവർ ധാരാളമാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മാതാവിൻ്റെ അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള ആ വ്യക്തിയുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയവും മാതാവിന് ആരോഗ്യം നല്ല രീതിയിൽ വീണ്ടും കിട്ടുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരും. അതുപോലെ പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് നന്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം അത്രമേൽ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ പല നന്മകളും സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിയിൽ വരുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകൾ, ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി, ഒരു ഉയർ വിദ്യാഭ്യാസം, ഒരു നല്ലൊരു ജോലി, ഉയർന്ന ജോലി, ഒരു വിദേശ ജോലി അല്ലെങ്കിൽ വിദേശ പഠനം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന സമയവും കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധി, പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഒരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട ദമ്പതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ഇതിനു മുൻപൊക്കെ ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി ചികിത്സകൾ നടത്തി വന്നിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പരിപൂർണമായ ഫലത്തിൽ ലഭിക്കും. സന്താന ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. തുലാം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളാൽ, സന്താനങ്ങളാൽ നിങ്ങൾക്ക് മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാ തരത്തിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കും. തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നല്ല ഗുണഫലങ്ങൾ, നന്മകളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയം. അതുപോലെ നിങ്ങളാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും. എല്ലാ രീതിയിലും തുലാം രാശിയിൽപ്പെട്ടവർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ വ്യക്തമായി കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്നത് മൂലം ഇത്രയും നാൾ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ശനി നിങ്ങൾക്ക് യോഗകാരകനായ ഗ്രഹമാണ്. അങ്ങനെ വരുമ്പോൾ ആ ശനിയിൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കാലാകാലങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് വിട്ടുമാറി ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. കഷ്ടനഷ്ടങ്ങൾ വിട്ടുമാറും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ശനിമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ട് ഏറ്റവും അധികം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ്. ജീവിതത്തിലെ ഏത് കാര്യങ്ങൾ എങ്ങനെ നോക്കിയാലും മനസ്സിനെ അലട്ടുന്നതോ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ മനസ്സിന് സ്വസ്ഥക്കുറവ് ഉളവാക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് മാത്രമാണ് ആ വ്യത്യാസം. പക്ഷേ മനസ്സമാധാനമില്ല, മനസ്സിനെ അലട്ടുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു.
നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് പലതരത്തിലാണ് ആ ഒരു മനപ്രയാസങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി മനസ്സിന് സമാധാനം, സന്തോഷം ലഭിക്കുന്ന നല്ല അനുഭവങ്ങൾ ലഭിക്കും. നമുക്കൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിലായിരിക്കും ഓരോ ഫലങ്ങൾ വന്നു ചേരുക. ജീവിതത്തിന് അടിത്തറ നൽകുന്ന ഒരു നല്ല മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഇനി മുതൽ വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് സ്വന്തം ബന്ധങ്ങൾ, പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിരുന്നു. ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും സഹോദരങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള പിണക്കങ്ങളും, പരസ്പരം സംസാരിക്കാതിരിക്കുന്ന അവസ്ഥ, അതുപോലെ കുറച്ചധിക കാലങ്ങളായിട്ട് പോലും ആ സഹോദരങ്ങളുമായിട്ട് വലിയ ആത്മബന്ധമില്ലാതെ മുന്നോട്ട് പോകുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കാര്യകാരണങ്ങൾ എന്തു തന്നെയായാലും ആ സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറും. ആ സഹോദരങ്ങളുടെ ഇടയിൽ നല്ലൊരു ആത്മബന്ധം, ആ ഒരു ദൃഢത, ഇതൊക്കെ വന്നു ചേരുകയും കുറേ കാലങ്ങളായിട്ട് സഹകരിക്കാതിരുന്ന ആ സഹോദരങ്ങളുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ചേരുന്നതിനുള്ളൊരു സൗഭാഗ്യം, ഒരു നല്ല സമയം ഈശ്വരൻ നൽകും. അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങളും നന്മകളും ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങളാണ് ലഭിക്കുക. മാനസികമായും ശാരീരികമായും ഒരു സമാധാനം, സുഖം, സന്തോഷം ഈ ഒരു കാലഘട്ടങ്ങളിൽ ശനി നിങ്ങൾക്ക് നൽകും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം, ഒരു മാറ്റം ലഭിക്കും. അതുപോലെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായി പറയേണ്ടത്, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് പൂർണ്ണമായി വിട്ടുമാറും. ഒരു ഭൂമി വിൽക്കുവാനായിട്ടുണ്ട്. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സാമ്പത്തിക ബാധ്യതകൾ, പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഭൂമി വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് അതിന് പല തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ ഭൂമിയൊക്കെ പൂർണ്ണമായിട്ട് വിറ്റ് അതിൽ നിന്ന് പണം ലഭിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറി അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം. അതുപോലെ ചിലരെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഭൂമി യോഗവും, അതുപോലെ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും ഒരു ഗൃഹപ്രവേശം നടത്തുവാൻ വരെ യോഗമുള്ള കാലഘട്ടമാണ് മുന്നോട്ട് ആരംഭിക്കുന്നത്. എല്ലാ തരത്തിലും ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ശനി ഓരോ വ്യക്തികൾക്കും നൽകുന്നതുമായിരിക്കും. അത്രമേൽ നല്ല ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ പൂർവിക വഴിയിൽ, പിതാവിൻ്റെ വഴിയിൽ എന്തെങ്കിലും നന്മകളൊക്കെ ലഭിക്കാനുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയം. പിതാവ്, പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ, നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും ആയുൾകാരകനുമായതുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യ ദുരിതങ്ങളാൽ വലയുന്ന, ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ മോചനം, മാറ്റം ലഭിക്കും. ആയുസ്സും ആരോഗ്യവും ശനി നൽകുന്ന ഒരു സമയമാണ്. അതുപോലെ ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതുകൊണ്ട് കർമ്മത്തിൽ, സ്വന്തം ജോലിയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ കർമ്മത്തിൽ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കുന്നതിൽ ഒരുപാട് കഷ്ടപ്പെടുന്നു, പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം ലഭിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് ഇനി മുതൽ നിങ്ങൾ ഒരു 10% പ്രയത്നിച്ചാൽ തന്നെ അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 10 മടങ്ങ് ഫലം നിങ്ങളിലേക്ക് ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ് വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ശനി എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ഗ്രഹമായതുകൊണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ ശനി നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതൊന്നും ശനി തിരിച്ചെടുക്കില്ല. അതൊക്കെ സ്ഥിരമായിട്ട് അവരവരുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരവരുടെ ആ ഒരു ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അതിൽ നിന്നും ഒരു നല്ല മാറ്റം, ഒരു മോചനമൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പരമാവധി ഈ സമയത്തെ പ്രയോജനപ്പെടുത്തൂ. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ശനി നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും അധികം അലച്ചിലുകൾ,
പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു രാശിക്കാരാണ്. പ്രത്യേകിച്ച് ശനി നിങ്ങൾക്ക് രാശിയുടെ അധിപനാണ്. പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം ആ 3-ാം ഭാവത്തിൽ തന്നെ വക്രത്തിൽ സഞ്ചരിച്ച കാലഘട്ടമായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മകരം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിൽ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അതിനൊക്കെ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. കാരണം 3-ാം ഭാവത്തിൽ തന്നെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ കാലഘട്ടങ്ങൾ പൊതുവെ ഒരു മുന്നേറ്റമല്ല കാണിക്കുന്നത്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം. നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് എത്രമേൽ പരിശ്രമിച്ചാലും ആ പരിശ്രമിക്കുന്നതനുസരിച്ചിട്ടുള്ള ഒരു ഫലം ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഒരുപാട് താമസം, തടസ്സം, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പല തരത്തിലാണ് മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മകരം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചൊരു നല്ല ഗുണാനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരവരുടെ സ്വന്തം ജനന ജാതകപ്രകാരം അത്രമേൽ ശുഭനായൊരു ഗ്രഹത്തിൻ്റെ ദശ നടന്നവർക്ക് മാത്രമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് 3-ാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്ത് ശനി സഞ്ചരിച്ച കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ശനി വക്രത്തിലേക്ക് പോയതിനാൽ പലർക്കും ആ ശനിയിൽ നിന്ന് ആ ഗുണഫലങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി മുന്നോട്ട് നവംബർ മാസം 28-ാം തീയതി മുതൽ ആ ശനി വക്ര നിവർത്തി, ശനി നേർരേഖയിലേക്ക് ആ വക്രഗതി മാറി നേർരേഖയിൽ വരുമ്പോൾ പ്രധാനമായിട്ടും മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് ധനകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ആ നേർ രേഖയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കൈകളിലേക്ക് ആ പണം വരും. തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഒക്കെ നിങ്ങളിലേക്ക് ആ പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അവരവരുടെ കുടുംബത്തിൽ തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം തീർച്ചയായിട്ടും ലഭിക്കും. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പലരുടെയും ഒരു ഭവനത്തിൽ, കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം നടക്കുക, അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജോലി, കർമ്മമൊക്കെ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി കർമ്മരംഗത്തൊക്കെ നല്ല അഭിവൃദ്ധി ലഭിക്കുന്ന സമയവും അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ധനവരവ് വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം തന്നെയാണ്. ഇനി മുതലാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു മുന്നേറ്റ കാലഘട്ടം ആരംഭിക്കുന്നത്. ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ കുറച്ചു കാലം അകന്നു കഴിയേണ്ട അവസ്ഥ, അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടായിരുന്ന അടുപ്പത്തിൽ പെട്ടെന്ന് ചില വിള്ളലുകൾ, പ്രശ്നങ്ങളാലൊക്കെ സംഭവിച്ച് അകന്നു കഴിയുന്ന വ്യക്തികളാണെങ്കിൽ ആ സഹോദരങ്ങളുമായിട്ട് കൂടിച്ചേരുവാനുള്ള അവസരം, ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. പഴയതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയും സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇതൊരു മുന്നേറ്റ കാലഘട്ടമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുമാനം, ധനം വന്നു ചേരുകയും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കഴിഞ്ഞ ഒരു സമയം കർമ്മസംബന്ധമായി പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവരാണ് മകരം രാശിക്കാർ. കാരണം ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മകാരകനാണ്. അപ്പം അങ്ങനെയുള്ള കർമ്മകാരകനായ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം പൊതുവെ മകരം രാശിക്കാർ എത്ര നല്ല ജോലിയുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം, വരുമാനം ചിലപ്പോൾ ലഭിച്ചു കാണില്ല. പല തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ കർമ്മമേഖലയിൽ, ബിസിനസ് രംഗങ്ങളിലൊക്കെ അനുഭവത്തിൽ വന്ന് കാണാം.
ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ വന്നു ചേരാം. മറ്റു ചിലർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ചെറിയ പോരായ്മകൾ, പ്രശ്നങ്ങൾ, തീരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് ഒരു സ്ഥാനമാറ്റം, ഇടം മാറ്റമൊക്കെ ലഭിച്ചവരുണ്ടാകാം. നല്ല പദവിയിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വന്നവരുണ്ടാകാം. അങ്ങനെ കർമ്മസംബന്ധമായിട്ടും അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനത്തിലൊരു വീഴ്ച അനുഭവത്തിൽ വന്നവർ പലരുമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ആ കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരുന്ന ആ സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ബിസിനസ് മേഖല കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ധാരാളം ധനവരുമാനം ഒക്കെ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം വിദേശ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്ന മകരം രാശിക്കാർക്ക് ധൈര്യമായി പരിശ്രമിക്കാം. നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. പലരെയും സംബന്ധിച്ച് ഒരു പുതിയ ബിസിനസ് സംരംഭങ്ങൾ, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം നവംബർ 28 മുതൽ ഉത്തമമാണ്. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജീവിതത്തിൽ നടക്കുന്ന ദശാകാലഘട്ടം കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട പലർക്കും മുന്നോട്ടുള്ള ഈ ഒരു സമയം സർവ്വ സൗഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.